പൂമരത്തിലേക്കാണ് ആദ്യത്തെ ഒരു കോൾ വരുന്നത്. അപ്പൊ നമുക്കിനി അതിന്റെ വിശേഷങ്ങൾ ചോദിക്കാം. പൂമരം സിനിമ എനിക്ക് തോന്നുന്നു വലിയൊരു ഓഡീഷൻ തന്നെ നടന്നിരുന്നു. ഒരുപാട് പേപ്പേഴ്സിലൊക്കെ അല്ലെങ്കിൽ ന്യൂസ് ഒക്കെ വന്നിരുന്നു, പൂമരത്തിലേക്ക് ആൾക്കാരെ നമ്മൾ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞ്. കാളിദാസും അതുപോലെ എബ്രീഡ് ഷൈൻ ലെങ്തി ആയിട്ടുള്ള ഒരു ഷൂട്ടിംഗ് പീരീഡ് തന്നെയായിരുന്നു. അപ്പൊ ഇതൊക്കെ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? ഇതുപോലെ ഒരു കാസ്റ്റിംഗ് കോള് കണ്ടിട്ടാണ് ഞാനും അപ്ലൈ ചെയ്യുന്നത്. എനിക്കൊരു പോർട്ട്ഫോളിയോ പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചാണ് അയച്ചത്. ദാറ്റ് ഇസ് ബിക്കോസ് ഐ വാസ് ഹോം ഫോർ മൈ വെക്കേഷൻ. ലാസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞിട്ടുള്ള വെക്കേഷൻ വന്ന് എന്തോ ഭാഗ്യത്തിന് അവര് വിളിച്ചു. അമ്മ വിളിച്ചു, ഞങ്ങൾ പോയപ്പോ ഈ പറഞ്ഞ പോലെ ആ ഹാള് ക്രൗഡഡ് ആൻഡ് ഐ വാസ് എ ലിറ്റിൽ ഓവർവെൽംഡ്. അയ്യോ, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ആക്ടിങ് പരിചയമില്ല. പക്ഷെ അമ്മ പറഞ്ഞു എന്തായാലും അവിടെ നിന്ന് ഇവിടം വരെ വന്നാൽ ചുമ്മാ ട്രൈ ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ ട്രൈ ചെയ്തപ്പോഴാണ് സെലക്ഷൻ കിട്ടിയത്. അതായത് ഒരു റൗണ്ടേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്ക്? സാധാരണ ചില ഓഡിഷൻസിന് 3ഉം 4ഉം. അല്ല, ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ച് ലേറ്റ് ആയിരുന്നു എത്താൻ. അപ്പൊ തന്നെ കുറേ സെലക്ഷൻ കഴിഞ്ഞിരുന്നു, മേജർ സെലക്ഷനും കഴിഞ്ഞിരുന്നു. എനിക്ക് പിന്നെ എനിക്കറിയില്ല സ്റ്റാൻഡേർഡ് പാറ്റേണിൽ അവരെയൊക്കെ ചെയ്യിപ്പിച്ചതാണോ എന്നെ ചെയ്യിപ്പിച്ചതെന്ന് അറിയില്ല. പക്ഷെ എനിക്ക് കൂടുതലും ഇന്ററാക്ഷൻ ആയിരുന്നു. സാറിന്റെ കുറച്ച് അസിസ്റ്റൻസും സാറും ഒക്കെ ഉണ്ടായിരുന്നു, അസോസിയേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ കൂടെ ഇന്ററാക്ട് ചെയ്തിട്ട് പിന്നെ ഫൈനലി സാർ പറഞ്ഞു ഓക്കെ യു സെലക്ടഡ്. അങ്ങനെയാ പറഞ്ഞു. ഐ ഡോണ്ട് നോ ഓൺ വാട്ട് ബേസിസ് നടന്നതെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ലിസ്റ്റിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ സിനിമ തന്നെ നമ്മുടെ സുരേഷിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു അഭിനേതാവാണ് ജയറാമേട്ടൻ. ആൻഡ് ജയറാമേട്ടന്റെ മകന്റെ കൂടെ ആദ്യത്തെ ഒരു സിനിമ. ആൻഡ് എബ്രീഡ് ഷൈൻ്റെ അതിന് മുമ്പത്തെ പടങ്ങളെല്ലാം മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്ത സിനിമയായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഭാഗ്യം. എവിടെയോ അഭിനയിക്കാൻ വേണ്ടി ജനിച്ച ഒരു കുട്ടിയാണ്, പെട്രോൾ കുഴിക്കാൻ പോകേണ്ട ആളല്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു യാത്ര, അല്ലേ? അതൊരു ദൈവത്തിന്റെ അനുഗ്രഹം മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. ഐ ഹാവ് നത്തിങ് ടു ഡു വിത്ത് ഇറ്റ്. ഐ മീൻ വി ഡോണ്ട് നോ എന്താ നമ്മുടെ തലയിൽ എഴുതിയേക്കുന്നത്. അതെ. പക്ഷെ എന്തായാലും തുടക്കം നല്ല ഗംഭീരമായിരുന്നു. അപ്പൊ അതിൽ ഈ കോളേജിൽ കുറെ പാട്ടും ഡാൻസും അങ്ങനത്തെ കുറെ സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ബേസിക്കലി ഒരു ഡാൻസ് ഒക്കെ ചെയ്യും, പാട്ടൊക്കെ പാടും എന്നൊക്കെ പറഞ്ഞു. നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പാട്ട് ഒരു 2 വരി മൂളാൻ പറ്റുമോ? ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ. നിൻ മൗനമോ പൂമാനമായി, നിൻ രാഗമോ ഭൂപാളമായി, എൻ മുന്നിൽ നീ പുലർ കന്യയായി. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. അപ്പൊ എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും എനിക്ക് വേണ്ടിയിട്ടും ഈ ഒരു പാട്ട് പാടിയതിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞിട്ട് ഞാൻ ഒരു റാപ്പിഡ് ഫയർ ഒരു സെഗ്മെന്റ് ഉണ്ട്. അതായത് കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും, അതിന് പെട്ടെന്ന് ഉത്തരം പറയാം. അറിയാലോ, സിമ്പിൾ. ഫസ്റ്റ് ചോദ്യം, രാവിലെ ഫോൺ എടുത്താൽ ആദ്യം നോക്കുന്നത്, ഫോണിൽ എന്തായിരിക്കും ആദ്യം നോക്കുക? സമയം. ഇനി ഇപ്പൊ നീത്തയോട് ഞാൻ ചോദിക്കുകയാണ്, ഹൗ യു റേറ്റ് യുവർ സെൽഫ് ആസ് എൻ ആക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10 പറ്റില്ല. ഭയങ്കര സെൽഫ് ക്രിട്ടിക്കൽ ആണ് സത്യമായിട്ട്. ഞാൻ ഈവൻ പാപ്പൻ ഇത്രയും എനിക്ക് റിവ്യൂസ് അത്യാവശ്യം നല്ല റിവ്യൂസ് എല്ലാവരും തരുമ്പോഴും ഞാൻ ഐ സ്റ്റിൽ think I could have done better in a lot of places. പക്ഷെ എന്നാലും ഇപ്പൊ എന്റെ അടുത്ത് ഇപ്പൊ നീതയുടെ ഇത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഒരു 8 ഒക്കെ കൊടുക്കാം. താങ്ക് യു. പക്ഷെ ഇല്ല, എന്റെ 5 എന്തായാലും ക്രോസ് ആവില്ല. ഇനി അടുത്തത്, ഫാൻസിന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രപ്പോസൽ വന്നിരുന്നോ? ഒരുപാട് സ്നേഹത്തോടെ മെസ്സേജസ് കിട്ടിയിട്ടുണ്ട്. വൺ തിങ് ഐ ഷുഡ് സേ, ആക്ച്വലി ഞാൻ ഈ പ്ലാറ്റ്ഫോം അതിനും കൂടി ഉപയോഗിക്കുകയാണ്, ഡോണ്ട് മൈൻഡ്. ഞാൻ സോഷ്യൽ മീഡിയ വളരെ കുറച്ച് യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഈ പാപ്പൻ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഫോളോവേഴ്സ് തന്നെ കൂടിയത്. എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പൊ ഈയിടെയാണ് അൺനോൺ, ഐ മീൻ എൻ്റെ ഫ്രണ്ട്സ് അല്ലാത്തവരുടെ മെസ്സേജസിന്റെ ആ ഫോൾഡർ തന്നെ ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ അതിൽ കുറെ കിടപ്പുണ്ട്. അത് കണ്ടപ്പോഴാണ് ഇത്രയും പേര് സിനിമ കണ്ട് എനിക്ക് മെസ്സേജ് അയച്ചു എന്ന് അറിയുന്നത്. അതില് ഒരുപാട് നല്ല മെസ്സേജസ് ഉണ്ട്. അതിലങ്ങനെ പ്രപ്പോസൽ ആയിട്ടൊന്നുമില്ല, എല്ലാവരും അവരുടെ സ്നേഹം ഇഷ്ടം അറിയിച്ചതാണ്. ഓക്കെ,
ഇനി വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു നടൻ. പെട്ടെന്ന് എനിക്കിപ്പോ മനസ്സിൽ വരുന്നത് ഫഹദിന്റെ കൂടെ വരണം. ഫഹദിന്റെ കൂടെ I ഒരു think he's a സിനിമ brilliant ചെയ്യാൻ actor. ആഗ്രഹമുണ്ട്. യെസ്. ഇനി ഇതുപോലൊരു നമ്മളിങ്ങനെ പറയും, ഇപ്പൊ ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഇതുപോലൊരു വലിയ നടി എനിക്ക് ആവണം എന്ന് ആഗ്രഹിച്ചു അങ്ങനെ ഒരു റോൾ മോഡലായിട്ട് ആരെങ്കിലും മനസ്സിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഞാൻ 2 ക്യാരക്ടേഴ്സ് എന്റെ മനസ്സിലുണ്ട്. ഒന്ന് കങ്കന, ക്വീനിലെ കങ്കനയും പീക്കുലെ ദീപികയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഇഷ്ടമാണ്. ഇനി സങ്കല്പത്തിലെ പാർട്ട്ണറിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ? ഇല്ല, അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷെ റാപ്പിഡ് ഫയർ ആൻഡ് ആൻസർ ചെയ്യണമല്ലോ, അതുകൊണ്ട് ഞാൻ പറയാം, ഐ തിങ്ക് ദാറ്റ് പേഴ്സൺ ഷുഡ് ബി വെരി അണ്ടർസ്റ്റാൻഡിങ്. എനിക്ക് തോന്നുന്നു എല്ലാ റിലേഷൻഷിപ്പിന്റെയും ബേസിസ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. പിന്നെ ടു ബി ഏബിൾ ടു ആക്സെപ്റ്റ് ദി അതർ പേഴ്സൺ ഫോർ വാട്ട് ദേ ആർ. അത് രണ്ടും ഉണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല. ഇനി സ്വന്തം പേര് ഗൂഗിൾ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ? നമ്മളിങ്ങനെ ഒരു പ്രാവശ്യം അമ്മ പറഞ്ഞു, അമ്മ എൻ്റെ ബ്രദർ ഉണ്ട്, അമ്മയുടെ സിസ്റ്ററിന്റെ മോൻ. അപ്പൊ പറഞ്ഞു, യു ഹാവ് യുവർ ഓൺ വിക്കിപീഡിയ, യു തിങ്ക് ദാറ്റ്സ് നൈസ്. അപ്പൊ ഞാൻ പോയി ഗൂഗിൾ ചെയ്തു നോക്കി. ശരി, അപ്പൊ അങ്ങനെ നമ്മുടെ റാപ്പിഡ് ഫയർ സെഗ്മെന്റ് കഴിഞ്ഞു. അടിപൊളി. താങ്ക് യു.